ഞാൻ ഈ കഴിഞ്ഞ ഇതിൽ എനിക്കൊരു അത്ഭുതം തോന്നി. എൻ്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ്, മെലിഞ്ഞിട്ടൊരു സ്ത്രീ, ഒരു സാധു, മിണ്ട പോലുമില്ല. പക്ഷേ ഞാനവരെ ശൗര്യം കണ്ട് ബേജാറായിപ്പോയി. എപ്പോഴെന്നറിയ നിങ്ങൾ, ശബരിമലക്ക് പോകാൻ അവരെ വീട്ടിൽ തീരുമാനിച്ചു. അവരല്ല കേട്ടോ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ മകനും. അപ്പോൾ എനിക്ക് ഈ താനൂർ കടപ്പുറത്തുനിന്ന് നമ്മുടെ പ്രവർത്തകർ കുറച്ച് അയില കൊണ്ടു തന്ന്, ഫ്രഷ് അയില. ഈ അയില എടുത്തിട്ട് എൻ്റെ സ്നേഹം കൊണ്ട് പാൽക്കാരി സ്ത്രീക്ക് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി. സ്ത്രീകൾ ശരിക്കും പഠിച്ചോളി, പാൽക്കാരിക്ക് ഇങ്ങനെ നീട്ടി. അവരോരോ ഒറ്റ കൈവലിച്ചിരുന്നോട് പറഞ്ഞു, ഒന്നും തോന്നരുത്, ഞങ്ങൾ മണ്ഡലം നോമ്പിലാണ്, ഞങ്ങൾക്കിത് പറ്റൂല. ഞാൻ ദുനിയാവിലെ എല്ലാ സദസ്സിലും ഇത് പറയും. എനിക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനം എനിക്കൊരു മുസ്ലിം വരുന്നതിനോട് ഒന്നും വരെ തോന്നിയിട്ടില്ല. അതാണ് അന്തസ്. എന്ത്, മണ്ഡലം നോമ്പ് നോൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചോറും തിന്നാൻ പാടില്ല, ഇറച്ചിയും തിന്നാൻ പാടില്ല, മീനും തിന്നാൻ പാടില്ല. അതാണ് അവരെ മതം. ഒരു വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു സാധാരണക്കാരിക്ക് സ്ത്രീക്കുള്ള ഈമാൻ നമ്മുടെ പെൺകുട്ടിക്കുണ്ടോ? ഓണക്കൂടി എടുക്കുന്ന പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ആര് കളഞ്ഞു കുളിച്ചു എന്ന് ആലോചിക്കും. അവരവരെ മതം. ഇന്ന് വരെ നിങ്ങളൊരു ഹിന്ദുവിനെ മുസ്ലിമിൻ്റെ ആഘോഷിച്ച് കൂടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ കൊടുത്ത ചോറുന്നാൻ വരും, പക്ഷെ നമ്മുടെ വേഷം ധരിച്ച് വരുമോ? വേണ്ടെന്നേ. അവർ ഓണത്തിന് പോകുമ്പോൾ കറുപ്പെടുക്കും, നമ്മുടെ ഉംറയ്ക്ക് ഹജ്ജിന് പോകുമ്പോൾ വെളുപ്പെടുക്കും. നമ്മുടെ വെളുപ്പെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഏതെങ്കിലും ഒരു ഹിന്ദു വരാറുണ്ടോ? ഇല്ലടോ, ഇല്ല. അവർക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. അതല്ല സൗഹാർദ്ദം, അതല്ല സ്നേഹം. ഹിന്ദുവിന് ഹിന്ദു ആയിക്കൊണ്ട്, മുസ്ലിമിന് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത്.